ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മുട്ടയൊക്കെ വെച്ചിട്ട് അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം. മുട്ട ഉരുളക്കിഴങ്ങ് കണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. സർപ്രൈസ്, മുട്ട ഉള്ളിൽ വെച്ച് സർപ്രൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കുത്തിയരിഞ്ഞതാണ്. സവാളയ്ക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വഴന്ന് വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ വേണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രയും മതി കേട്ടോ മസാലപ്പൊടികൾ. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല, വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്. ഇനി അതിലേക്ക് 3 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ അത് വേവിച്ച് ഉടച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൽ ഉപ്പില്ലല്ലോ, അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 2 കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പോൾ 2 കോഴിമുട്ട വെച്ചിട്ടാണ് നമുക്ക് കുറേ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുള്ള കോഴിമുട്ട ഇതുപോലെ അങ്ങ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ, പിന്നെ മുട്ടയുടെ ബോയിൽ ചെയ്തിട്ടുള്ള മുട്ട കട്ട് ചെയ്യുന്ന കട്ടറൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുമല്ലോ. ഇനി നമുക്കിതൊന്ന് തണുത്ത ശേഷം ഇതിന്ന് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് അതൊന്ന് കയ്യിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ പുഴുങ്ങിയ മുട്ടയുടെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി പ്രോസസ്സിന് ഇതിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ബാക്കി ചെയ്യാം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഞാനിതാ ഒരു ബൗളിൽ കുറച്ച് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഒരു മുട്ട ഉടച്ചെടുത്താലും മതി കേട്ടോ. നമ്മൾക്ക് ഇത് അതിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുട്ട ഉടച്ചെടുത്താലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. ഓരോന്നും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ആദ്യം കോൺഫ്ലവറിൻ്റെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് അങ്ങനെ ഓരോ ബോൾസും റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട്, ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിലുള്ള സംഭവങ്ങൾ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നതാണല്ലോ. അപ്പോൾ 2 സൈഡും ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.